ഒരു ആട്ടിടയൻ്റെ കഥ പറഞ്ഞു തരാം. ഒരുപാട് ഗുണപാഠങ്ങളുള്ള കഥയാണ്. ഈ കഥ യേശു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ പറഞ്ഞല്ലോ, ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒരു ആട്ടിടയൻ്റെ കഥയാണ്, നല്ല ഒരു ആട്ടിടയൻ്റെ കഥ. അദ്ദേഹത്തിന് 100 ആടുകളുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഗർഭിണികളായ ആടുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പ്രായമായ പല പ്രായത്തിലുള്ള ആടുകളുണ്ട്. എല്ലാ ദിവസവും രാവിലെ ആട്ടിടയന് ആടുകളെ മേയ്ക്കാനിറങ്ങും. പതിവ് പോലെ അന്നും ആട്ടിടയന് ആടുകളെ മേയ്ക്കാനിറങ്ങി. പോകുന്ന വഴിയിൽ ഇടയന് ആടുകളോട് പലതും സംസാരിക്കും. അദ്ദേഹത്തിന് സംസാരിക്കാൻ വേറെ ആരുമില്ലല്ലോ. പല കഥകളും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകും. അതൊക്കെ പറയുന്ന ആടുകളോടാണ്. അവിടെ ഇവിടെ കാണുന്ന വള്ളികളും ഇലകളൊക്കെ പറിച്ചിട്ട് ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ കുറേ ദൂരെ ചെന്നിട്ട് ഏതെങ്കിലും കുന്നിൻ്റെ പുറത്തൊക്കെ ചെന്നാൽ അവിടെ കൂടുതൽ പച്ചപ്പുള്ള വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ള സ്ഥലം കണ്ടെത്തും. അവിടെ ആടുകളൊക്കെ കൂട്ടമാറ്റി നിർത്തിയിട്ട് അവിടെ നിന്നാണ് ആടിനെ മേയ്ക്കുന്നത്. ഒരു വലിയ കുന്നിൻ്റെ പുറത്തെത്തി അദ്ദേഹം ആടുകളൊക്കെ ഒരു പുല്ലുകളും പടർപ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താക്കിയിട്ട് അദ്ദേഹം ഒരു ഭാഗത്ത് വിശ്രമിക്കാനിരുന്നു. സാധാരണ അങ്ങനെ ചെയ്യാറുള്ളത്. ചില ദിവസമൊക്കെ തിരിച്ചു പോകുമ്പം ചില ആടുകൾ പ്രസവിച്ചിട്ടുണ്ടാവും. മേഞ്ഞ് നടക്കുന്നതിനിടെ തന്നെ ഏതെങ്കിലും പുൽമേട്ടിലൊക്കെ ആടുകൾ പ്രസവിക്കും. ആ ദിവസം ആട്ടിടൻ്റെ മടങ്ങിവരവ് ഒരു സംഭവമാണ്. വളരെ സന്തോഷത്തോടു കൂടി അന്ന് കിട്ടിയ ചെറിയ കുഞ്ഞിനെങ്ങനെ മറോട് ചേർത്ത് പിടിച്ചിട്ട് ആ തള്ളയാടിനെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്ന ഒരു വരവുണ്ട്. അതൊക്കെ വല്ലാത്തൊരു കാഴ്ചയാണ്. അങ്ങനെ ശരി, നമുക്ക് കഥ തുടരാം. ആട്ടിടയനൊരു ഭാഗത്ത് ഇങ്ങനെ വിശ്രമിക്കാനിരിക്കുകയാണ്. ആടുകൾ ധാരാളം പുല്ലുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ മേഞ്ഞു നടക്കുന്നുണ്ട്. വൈകുന്നേരമായപ്പോൾ ആടുകളൊക്കെ തിരിച്ചു വന്നു. അവർക്കറിയാം, ആടുകൾക്കറിയാം കൃത്യസമയം എപ്പോഴാണ് തിരിച്ചു പോകേണ്ടതെന്നൊക്കെ അറിയാം. അങ്ങനെ കൃത്യസമയമായപ്പോൾ ആടുകളൊക്കെ കൂടെ വന്നിട്ട് ആട്ടിടയൻ്റെ പരിസരത്ത് നിന്നു. അപ്പം ആട്ടിടയന് എഴുന്നേറ്റു, ശരി പോകാം എന്ന് പറഞ്ഞിട്ട് ആടുകളെയൊക്കെ തെളിച്ചിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ചില ആടുകൾ ഒന്ന് അങ്ങോട്ട് ചാടും. ആടുകളുടെ സ്വഭാവമാണല്ലോ, തുള്ളി കളിക്കുന്ന പ്രത്യേക സ്വഭാവം, പ്രത്യേകിച്ച് ആട്ടും കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് കൂട്ടം തെറ്റുന്നതിനെ ഒരു അദ്ദേഹത്തിൻ്റെ വടി കൊണ്ട് പതുക്കെ നീക്കിയിട്ട് ഇങ്ങോട്ട് നിർത്തി അങ്ങനെ പോവാണ്. അങ്ങനെ വൈകുന്നേരം സന്ധ്യാസമയമായപ്പോൾ ഏകദേശം ഇരുട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ആലയിലെത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെയും ആട്ടിടയന്മാരൊക്കെ ഉണ്ട്, നടന്നു വരുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ പരസ്പരം കഥ പറഞ്ഞും വർത്തമാനം പറഞ്ഞും അങ്ങനെ വരും. അങ്ങനെ അദ്ദേഹം ഓരോന്നിനെ എണ്ണി ഇങ്ങനെ ആലയിലേക്ക് കയറ്റുകയാണ്. 1, 2, 3 ഇങ്ങനെ എണ്ണി 99 ആയപ്പോൾ പിന്നെ ആടുകൾ ബാക്കിയില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, 100 ആടുണ്ടല്ലോ, എന്ത് സംഭവിച്ചു, എൻ്റെ എണ്ണം പഴച്ചതാണോ? അദ്ദേഹം ഒന്നുകൂടെ ഇങ്ങനെ എണ്ണി വയ്ക്കും. 1, 2, 3 ഇങ്ങനെ എണ്ണി 99 ഉള്ളല്ലോ. അദ്ദേഹം കൂട്ടിലേക്ക് അങ്ങോട്ട് കയറി ഓരോന്നിനെയും പ്രത്യേകം മാറ്റി നിർത്തിയിട്ട് എണ്ണിയിട്ടും 99 ഉള്ളൂ. അദ്ദേഹത്തിന് സങ്കടം, ഏതാടിനെ ഇപ്പോൾ കാണാതായത്, മൊത്തം ഒന്ന് നോക്കി. ഇപ്പോൾ കൂട്ടത്തിൽ കുറച്ച് വികൃതിയായ ഒരു നേരത്തെ പറഞ്ഞവർ ഇങ്ങനെ അങ്ങോട്ടും ചാടി കളിക്കുന്ന ഒരു കുസൃതിയായിട്ട് ഒരു ആട്ടിൻകുട്ടിയുണ്ട്. ആ ആട്ടുകുട്ടിയോട് ഇദ്ദേഹത്തിന് കുസൃതിയൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് സങ്കടമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് വാതിലൊക്കെ ഭദ്രമായി അടച്ചിട്ട് തിരിച്ചുപോയി. രാവിലെ പോയിരുന്ന ആ കുന്നിലേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ വേറെ ആട്ടിടയന്മാരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരൊക്കെ രാത്രി ആയപ്പോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താ ഇനി പാതിരാത്രി എങ്ങോട്ടോ കയറി പോകുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ആട്ടുകുട്ടിനെ കാണുന്നില്ല, അപ്പോൾ അതിനെ തിരഞ്ഞ് ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, അതെന്തിനാ, നിനക്ക് ഒരു ആടല്ലേ, അതിൽ പിന്നെ വേറെയും കുറേ 10-30 ആടുകൾ പ്രസവിക്കാറായ ആടുകളല്ലേ, അപ്പോൾ അതിൽ ഒന്ന് പോയാലും അതിന് നഷ്ടം നികത്തിക്കൂടെ? അയ്യോ അത് പറ്റൂല, എനിക്ക് എൻ്റെ ആടിനെ കിട്ടണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോവാണ്. ഇവരിങ്ങനെ പറയുന്നുണ്ട്, കുന്നിൻ്റെ മുകളിലൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ കയറി പോകേണ്ട, രാത്രിയാണ്, ചെന്നായ്ക്കളും കുറുക്കന്മാരൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും അപകടം സംഭവിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ അദ്ദേഹം കുന്ന് കയറിപ്പോയി. അദ്ദേഹത്തിൻ്റെ ആടുകൾക്കൊക്കെ ഓരോ ഓമന പേരുകൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ആടുകൾ ഓടി വന്ന് അദ്ദേഹത്തിന് ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അദ്ദേഹം കുന്ന് കയറി ചെന്നിട്ട് അങ്ങനെ വിളിച്ചു, ആ ഓമന പേര് ഉറക്കെ വിളിച്ചു. ഒരു പ്രതികരണവുമില്ല. വീണ്ടും അദ്ദേഹം പല ഭാഗത്ത് നിന്ന് വിളിച്ചു നോക്കിയിട്ട് ഒരു പ്രതികരണം. അദ്ദേഹം ആകെ സങ്കടപ്പെട്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഏതോ വലിയ വന്യജീവികളോ മറ്റോ പിടിച്ചു പോയോ എൻ്റെ ആടിനെ എന്നൊക്കെ കരുതി ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചപ്പുറത്ത് ഒരു വള്ളിപ്പടർപ്പുണ്ട്. അതിനടുത്തേക്ക് എന്നിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു നോക്കി. ആ പേര് വിളിച്ച ഉടനെ തന്നെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടിയുള്ള ആടിൻ്റെ തിരിച്ചുള്ള ശബ്ദം കേട്ടു. അദ്ദേഹത്തിന് വലിയ ആഹ്ലാദമായി. ഓടിച്ചെന്ന് ആ വള്ളിപ്പടർപ്പൊക്കെ നീക്കി നോക്കുമ്പോൾ അതിനകത്തുണ്ട് 2 കാലുകളും വള്ളി ചുറ്റി കുടുങ്ങിയിട്ട് ആ ആട്ടിൻകുട്ടി അങ്ങനെ പേടിച്ചിരിക്കുകയാണ്.
അദ്ദേഹം ഓടിച്ചെന്ന് ആ വള്ളിയൊക്കെ മാറ്റി അതിനെ മാറോട് ചേർത്തു. അങ്ങനെ ആട്ടിടയനെ കണ്ടപ്പോൾ ആട്ടിടയനെ നെഞ്ഞത്തൊക്കെ ചേർത്ത് കിടന്നപ്പോൾ അതിന് വലിയ സന്തോഷമായി. അങ്ങനെ ആട്ടിടയന് ആടിനെയും കൊണ്ട് തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന വഴിയിൽ മറ്റുള്ള ഇടയന്മാരൊക്കെ കൂട്ടിലൊക്കെ ആക്കിയിട്ട് അവർക്ക് വിശ്രമിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഓയ് ഹൂയ് അങ്ങനെ വിളിച്ചു. അപ്പോൾ തിരിച്ച് അവർ എന്താ ചോദിച്ചപ്പോൾ കിട്ടി, എനിക്ക് എൻ്റെ ആടിനെ കിട്ടിയിട്ടോ സന്തോഷത്തോടു കൂടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ നന്നായി, നീ ഇപ്പം തന്നെ പോയതുകൊണ്ട് തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ അതിന് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിരുന്നു, അല്ലെങ്കിൽ വല്ല ചെന്നായോ കുറുക്കനൊക്കെ പിടിച്ചു പോയിരുന്നു, നീ ഇപ്പോൾ പോയത് നന്നായി. ഇപ്പം എങ്ങനെയുണ്ട്? നേരത്തെ പോകുമ്പോൾ അവരൊക്കെ പറഞ്ഞെന്താണ്, സൂക്ഷിക്കണം, അപകടം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞവരാണ്. പക്ഷേ ആടിനെ കിട്ടി തിരിച്ചു വരുമ്പോൾ അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും കാണുന്നുണ്ട്. ഏതായാലും അദ്ദേഹം സന്തോഷത്തോടു കൂടി ആ ആടിനെ കൊണ്ടുവന്നിട്ട് കൂട് തുറന്ന് കൂട്ടിലേക്ക് വെച്ചു. അങ്ങനെയാണ് നല്ല ഇടയന്മാർ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരാടിനെ പോലും നഷ്ടപ്പെടുത്താതെ എപ്പോഴും അതിനെ പരിചരിച്ചുകൊണ്ടേയിരിക്കും.